84-കാരിയായ കാർത്തിയായനിയെ കഴിഞ്ഞ ദിവസമാണ് നായ ആക്രമിച്ചത്. ആക്രമണത്തിൽ ഇവരുടെ മകനും പരിക്കേറ്റിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. ശ്രീജിത്ത്, ഇന്നലെ നാട് മുഴുവൻ, ആ നാടാകെ ഈ എന്താ പറയുക, ഈ കടിച്ചു കീറിയ നായയെ പിടിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു. എവിടെ നിന്നാണ് ഇപ്പോൾ പിടികൂടിയത്? ആ നാട്ടിൽ നിന്ന് തന്നെയാണ് ഗോകുൽ ഈ നായയെ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും നാട്ടുകാർ വലിയ ആശങ്കയിലായിരുന്നു. നാട്ടുകാർക്ക് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പ്രദേശത്ത് മുഴുവൻ നായ്ക്കളാണ് എന്നാണ് നാട്ടുകാർ, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നത്. ഇതിനെ പിടികൂടാൻ മറ്റു തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞ് തടയുന്നുവെന്നും നാട്ടുകാരുടെ ഭാഗത്ത് ആക്ഷേപം ഉണ്ടായിരുന്നു. എന്നാൽ രാത്രിയോടുകൂടിയാണ് ഈ നായയെ പിടികൂടിയത്. പിന്നീട് ഇതിനെ വെറ്റിനറി കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത്. കാർത്തിയാനിക്ക് ഇന്നലെ വൈകുന്നേരം ഒരു 6 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഏൽക്കുന്നത്. വീടിനുള്ളിൽ കിടപ്പ് രോഗിയാണ് അവർ, കിടന്നുറങ്ങുകയായിരുന്നു. ആ സമയത്താണ് ആക്രമണം ഉണ്ടായത്. മാനസികാസ്വാസ്ഥ്യമുള്ള മകൻ ദേവദാസ് എന്ന മറ്റൊരാൾ മാത്രം, 60 വയസ്സാണ് അദ്ദേഹത്തിന്, അദ്ദേഹവും ആ വീട്ടിലുണ്ടായിരുന്നു. ഇവർക്കാണ് 2 പേർക്കുമാണ് കടിയേറ്റത്. പിന്നീട് മറ്റൊരു മകൻ മണി എന്ന മറ്റൊരു മകൻ വീട്ടിലെത്തുമ്പോഴാണ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അമ്മയെയും അതുപോലെ തന്നെ സഹോദരനെയും കാണുന്നത്. നിലവിളിച്ച് പുറത്തേക്ക് ഓടി നാട്ടുകാരാണ് ഇവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. പക്ഷെ അപ്പോഴേക്കും അമ്മ കാർത്തിയാനിക്ക് ജീവൻ നഷ്ടമായിരുന്നു. എന്തായാലും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് അപ്പോൾ തന്നെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായി. പിന്നീട് നാട്ടുകാർ തന്നെയാണ് പെട്ടെന്ന് തന്നെ ഈ നായയെ പിടികൂടാൻ ആവശ്യമായ നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും കാർത്തിയായന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മകന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹവും ജീവന് ഭീഷണിയില്ലെങ്കിലും ഇദ്ദേഹവും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഗോകുൽ, ആരോഗ്യമുള്ള മനുഷ്യർക്ക് ഈ ഓടി വരുന്ന നായകളെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല, ഓടിപ്പോലും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അപ്പോഴാണ് പാവം പിടിച്ചൊരു അമ്മ കിടപ്പ് രോഗി, അവരുടെ മകനാണെങ്കിൽ മാനസികാസ്വാസ്ഥ്യം. വല്ലാത്ത സാഹചര്യത്തിലാണ് ആ നായാക്രമണം നടന്നത് ഇന്നലെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.